ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 36. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 8ൻ്റെ മാത്സ് സെക്കൻഡ് ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിലെ ലാസ്റ്റ് പേജ് നമ്പർ 36 അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അതിൽ ഫോർത്ത് പ്രോബ്ലം നമുക്കൊരു 2 ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ട്രയാങ്കിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ് അല്ലേ? കാരണം എന്താ, ഈ 2 സൈഡുകൾ ഈക്വലാണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാലോ. എന്താണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് is equal to half into base into height ആണ് അല്ലേ? half into base into height ആണ്. ഇതാണ് എന്ത്, നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ട്രയാങ്കിളിൽ നമുക്ക് നോക്കൂ, ബേസ് എ ബി ആണല്ലേ, ഹൈറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്കിതിൻ്റെ ഒരു എന്ത് വരയ്ക്കാം, ഈ പേര് കൊടുക്കാം എ ബി സി. അതിൻ്റെ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ ഹൈറ്റ് അല്ലേ. അപ്പോൾ തേർഡ് സൈഡിൽ നിന്ന് താഴേക്ക് നേരെ വരയ്ക്കുന്നതാണ് അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിന് നമുക്ക് ഈ പോയിന്റ് എം എന്ന് കൊടുക്കാം. അത് എ ബി എന്ന് പറയുന്ന ലൈനിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആവും, ഇതും 4 സെൻറ്റിമീറ്റർ ആവും. കാരണം എന്താ, ഇത് ടോട്ടൽ 8 സെൻറ്റിമീറ്റർ ആണ് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ പകുതിയാവില്ലേ, 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കണം അല്ലേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇത് ഇക്വേഷൻ. പക്ഷേ ഇതിന് ഈ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആരെ കണ്ടുപിടിക്കണം, ഹൈറ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾ, ഇതൊരു എന്തായി മാറി, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി മാറി അല്ലേ. ഈ ഒരു കഷ്ണം ഫോർ എക്സാമ്പിൾ ട്രയാങ്കിൾ സി എം ബി, അതെന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടന്യൂസ് വേണ്ടി വലിയ സൈഡാണ് അല്ലേ. ഈ വലിയ സൈഡ് എന്ന് പറയുന്നത് എന്താ, ഈ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് ബേസ് എത്ര, ഇപ്പോൾ ഇത് 4 അല്ലേ, 4 സെൻറ്റിമീറ്റർ, അതിൻ്റെ സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് ഇത് അടിഭാഗം, അതായത് എം ബി. ഇവിടെ എം ബി ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രയാങ്കിളാണ്, ഏത് കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല, ഈ ഭാഗത്ത് ഞാൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 4 സ്ക്വയർ പ്ലസ് ഹൈറ്റിൻ്റെ സ്ക്വയർ, അത് നമുക്ക് അറിയില്ല അല്ലേ. ഈ ഹൈറ്റിൻ്റെ സ്ക്വയർ നമ്മൾ അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിന് എച്ചിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, എച്ച് സ്ക്വയറിന് ഇവിടെ നിർത്തി ഈ 4 സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ എത്രയാ, 25, 4 സ്ക്വയർ എത്രയാ, 16. അപ്പോൾ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 9 എന്ന് കിട്ടും അല്ലേ. 25 നിന്ന് 9 നമ്മൾ 16 മൈനസ് ചെയ്താൽ നമുക്ക് 9 എന്ന് കിട്ടും. ഇനി ഇത് എച്ച് സ്ക്വയറാണ് 9, നമുക്ക് എച്ച് അല്ലേ വേണ്ടത്. അപ്പോൾ എച്ച് കണ്ടുപിടിക്കുക, ഇതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ് എന്ത് കിട്ടിയത്, ഹൈറ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടിയല്ലോ. ഇനി നമുക്കിതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചുകൂടെ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മൊത്തം ട്രയാങ്കിളിൻ്റെ, അതായത് ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ്. അപ്പോൾ എ ബി സിയുടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ, ഇത് മൊത്തമാണ് ഇതിൻ്റെ ബേസ് അല്ലേ ഈ ട്രയാങ്കിളിൻ്റെ, അത് 8 ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലോ ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും, 24/2, ദാറ്റ് ഈസ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി അതിൽ തന്നെ നമുക്ക് വേറൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ
നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി, വ്യത്യാസമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെയും ഹൈറ്റ് കാണണം. ഹൈറ്റ് കണ്ടിട്ട് ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ, നേരത്തെ എഴുതിയതല്ലേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് നമുക്കറിയാം, ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഹാഫ് ഇൻറ്റു ബി എച്ചിലെ എച്ച്, ഹൈറ്റ് നമുക്ക് കാണണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ കോർണറിൽ നിന്ന് നേരെ തേർഡ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ, അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ഞാൻ നേരത്തെ പോലെ തന്നെ ABC എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ ട്രയാങ്കിൾ ഇവിടെ മിഡ് പോയിൻ്റ് M ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഈക്വലായിട്ട് കട്ട് ചെയ്യും അല്ലേ ഈ ലൈൻ. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആവും, ഇത് 3 സെൻറ്റിമീറ്റർ ആവും. കാരണം എന്താ, ഇത് മൊത്തം AB എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുക, കാരണം ഇത് മിഡ് പോയിൻ്റ് ആണ് അല്ലേ, ഇതിനെ മിഡിലായിട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്ററായി. ഇനി നമ്മളിതിൽ ട്രയാങ്കിൾ, ഈ ഒരു ചെറിയ ട്രയാങ്കിളില്ലേ, ഇതോ രണ്ട് ഈക്വലാണ്. അതിൽ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ CMB കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ നമുക്കറിയാം അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ, അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ നമുക്ക് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്, ഈ ലെങ്തി സൈഡാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഇങ്ങനെ നേരെ വരച്ചുന്ന ഈ സൈഡാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ 5 ആണ്. ഇനി ബേസ് എത്രയാണ്, ബേസ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ നമുക്ക് മനസ്സിലായല്ലോ, ഈ ട്രയാങ്കിളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു ചെറിയ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് ഹൈറ്റ് നമുക്ക് അറിയില്ല, അതുകൊണ്ട് H സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ഇനി 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് H സ്ക്വയർ അല്ലേ. അപ്പോൾ 5 സ്ക്വയർ എത്രയാണ്, 25 ഇസ് ഈക്വൽ ടു, ഇനി 9 പ്ലസ് H സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ H സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈ 9 ഇവിടെ കൊണ്ടുപോയി മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 25 മൈനസ് 9 നിങ്ങൾക്ക് എന്ത് കിട്ടും, H സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 25 മൈനസ് 9 എത്രയാണ്, 16 ആണ് അല്ലേ, ഈക്വൽ ടു H സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ H സ്ക്വയർ നിങ്ങൾക്ക് 16 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ H എത്രയായിരിക്കും, √16 ആയിരിക്കും അല്ലേ. H സ്ക്വയർ മാറാനായിട്ട് ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. സോ H ഇസ് ഈക്വൽ ടു 4. 4ൻ്റെ സ്ക്വയർ ആണ് 16 അല്ലേ, അപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ടാണ് 4. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി ഹൈറ്റ്, ഇവിടെ നമുക്ക് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ, നമുക്ക് കാണേണ്ടത് ട്രയാങ്കിൾ ABCയുടെ ഏരിയ ആണ് അല്ലേ. ഏരിയ ഓഫ് ABC ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് BH ആണ്. അപ്പോൾ ഇവിടെ ഹാഫ് നമ്മൾ ഇട്ടു, B നമുക്കറിയാം. B എന്ന് പറയുന്നത് 3 അല്ല എടുക്കേണ്ടത്, നമ്മൾ ഈ ABCDയുടെ ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പോൾ AB, അതായത് ഈ A തൊട്ട് B വരെയുള്ളതാണ് ഇതിൻ്റെ ബേസ്, അത് 6 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അല്ലേ, എത്രയാണ് 4 സെൻറ്റിമീറ്റർ. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 24 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. അതായത് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര കിട്ടി, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത്, given that one angle of an isosceles triangle is 70 degree, what can we say about the other angles?
അതായത് ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അത് ഏത് ആംഗിളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ആംഗിൾ 70 ഡിഗ്രി ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റ് ആംഗിളുകൾ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ വരച്ചു. അതിൻ്റെ ഈ ആംഗിൾ ഞാൻ 70 കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ അൺഈക്വൽ ആംഗിൾ അല്ലേ, ഇത് രണ്ടും അല്ലേ ഐസോസിലസിൻ്റെ ഈക്വൽ ആംഗിൾസ്. അപ്പോൾ ഇത് 70 കൊടുത്തിട്ട് നമുക്കൊരു ഉത്തരം കിട്ടും അല്ലേ. അതുപോലെ നമുക്ക് വേറൊരു പോസിബിലിറ്റി ഇല്ലേ, അതായത് ഇപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ, അതായത് ഈക്വൽ ആംഗിൾസ് 70 കൊടുത്തൂടെ, അത് ഒരെണ്ണം 70 ആകുമ്പോൾ മറ്റേതും 70 ആവും അല്ലേ. അപ്പോൾ നമുക്ക് മറ്റേ രണ്ട് ആംഗിൾസ് എത്രയാണെന്നും കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി നമുക്കിതിലുണ്ട്. അവർ ഒരു ആംഗിൾ 70 എടുക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ഞാൻ ആദ്യത്തേൽ അൺഈക്വൽ ആംഗിൾ 70 എടുത്തു, ഇതിൽ ഞാൻ ഈക്വൽ ആംഗിൾസ് 70 എടുത്തു. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് മറ്റ് രണ്ട് ആംഗിൾസ്, ഇവിടെ മറ്റ് രണ്ട് ആംഗിൾസ് എന്ത് വരുന്നു, ഇവിടെ ഈ ഒരു ആംഗിൾ എത്ര വരുന്നു കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഈസിയാണ്. ഇതിന് നമുക്ക് ABC എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ഈ 70 ആണല്ലേ ഇത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്കറിയാം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എത്രയാണ്, 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അതിൽ എയും ബിയും നമുക്കറിയില്ല, സി നമുക്കറിയാം. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B അങ്ങനെ തന്നെ ഇടുക, കാരണം എയും ബി ആണ് നമുക്ക് കാണേണ്ടത്. ഇനി പ്ലസ് സി നമുക്കറിയാം 70 ഡിഗ്രി അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, 180ന്ന് ഈ 70നെ മൈനസ് ചെയ്യാം. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B നമുക്ക് എന്ത് കിട്ടും, 110 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്കറിയാവുന്ന കാര്യം എയും ബിയും ഈക്വൽ ആണ് അല്ലേ, ആംഗിൾ എയും ആംഗിൾ ബിയും നമുക്കറിയാം ഈക്വൽ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 110 എന്ന് പറയുന്നതിൻ്റെ പകുതി ആയിരിക്കുമല്ലോ, ബൈ 2 ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ത്, ആ ഓരോ ആംഗിളും. ആംഗിൾ A 55ഉം ആംഗിൾ B 55ഉം ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 55 ഡിഗ്രി എന്ന് കിട്ടും, ഈ ആംഗിളും 55 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആംഗിൾ A ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി, ആംഗിൾ B ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് PQR എന്ന് പേര് കൊടുക്കാം, ഇനി ABC എന്ന് തന്നെ കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിൽ നമ്മൾ ഈക്വൽ ആംഗിൾസിനെയാണ് 70 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ അവർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ആംഗിൾ എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യത്തേൽ അൺഈക്വൽ ആംഗിൾ 70 എടുത്തു, ഇവിടെ നമ്മൾ ഈക്വൽ ആംഗിൾസ് 70 എടുക്കാൻ പോവാണ് ഐസോസിലസ് ട്രയാങ്കിളിൽ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നമുക്ക് ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R ആണ് എന്ത്, 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ആംഗിൾ P നമുക്ക് 70 ആണെന്നറിയാം, ആംഗിൾ Q 70 ആണെന്നറിയാം, ആംഗിൾ R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതവിടെ അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 140 എന്ന് കിട്ടും, പ്ലസ് ആംഗിൾ R ഇസ് ഈക്വൽ ടു 180 എന്ന് കിട്ടും. ഇനി ആംഗിൾ R കിട്ടാൻ ഈ 140നെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ ആംഗിൾ R ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് 40 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആംഗിൾ R നമ്മൾ കണ്ടുപിടിച്ചു, ഇവിടുത്തെ ആംഗിൾ എത്രയാണ്, അപ്പോൾ ആംഗിൾ R ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ രണ്ട് പോസിബിലിറ്റി നമുക്കിതിലുണ്ട്. ഒന്ന് അൺഈക്വൽ ആംഗിൾ 70 എടുക്കാം, ഒന്ന് ഈക്വൽ ആംഗിൾ 70 എടുത്തിട്ട് മറ്റ് ആംഗിൾസുകൾ കണ്ടുപിടിക്കാം. അടുത്തത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ നമ്പർ 6. ഹൗ മെനി നോൺ ഈക്വൽ ഐസോസിലസ് ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ ആംഗിൾ 70 ആൻഡ് വൺ സൈഡ് 80 സെൻറ്റിമീറ്റർ. അതായത് എത്ര ഐസോസിലസ് ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു ആംഗിൾ 70 ആവണം, പിന്നെ അതിനൊരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണെന്ന് വിചാരിക്കുമോ. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡ് ഈക്വൽ ആണല്ലേ എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇത് 70 കൊടുത്തു, ഇത് 8 സെൻറ്റിമീറ്റർ കൊടുത്തു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചുകൂടെ. അപ്പോൾ ഇതൊരു പോസിബിലിറ്റിയാണ്. ഇനി നോക്കിയേ, വേറൊരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കാം. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്.
ഇവിടെയും ഞാൻ 70 കൊടുത്തു. ഒരു 70 കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഇവിടെ 70 ആകുമ്പോൾ ഇത് ഓൾറെഡി 70 ആവുമല്ലോ. നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈ ഇവിടെ വരുന്ന കോർണറിൽ വരുന്ന ആംഗിൾസ് 70 ആയിരിക്കും അല്ലേ, സെയിം സൈഡുകളുടെ. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 8 സെൻറ്റിമീറ്റർ ഒരെണ്ണം കൊടുക്കാം. ഇനി ഇവിടെ ഒരു 8 നമ്മൾ കൊടുത്തതല്ലേ. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി എന്താ പോസിബിലിറ്റി? ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ഈ 8 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തൂടെ? ഇവിടെ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും കേട്ടോ. കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഇവിടെ 8 കൊടുത്താൽ നമ്മൾ ഇവിടെയും 8 കൊടുക്കണം. അപ്പോൾ ഇവിടെ 8 കൊടുത്തിട്ട് ഇവിടെ 70, ഇത് നോൺ ഈക്വൽ ആണ് അല്ലേ. ഇതും അതെ അല്ലേ. ഇവിടെ നമുക്ക് 70 കൊടുത്തു, ഇവിടെ 8 സെൻറ്റിമീറ്റർ വീതം കൊടുത്തു. ഇനി എന്ത് പോസിബിലിറ്റിയാണ്? ഒരു പോസിബിലിറ്റി നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇവിടെ 70 തന്നെ കൊടുക്കാം, ഇത് രണ്ടും 8 സെൻറ്റിമീറ്റർ വരുന്ന പോലെ കൊടുക്കാം അല്ലേ. നേരത്തെ നമ്മൾ ഇവിടെ 70 കൊടുത്തെങ്കിലും ഈ സൈഡായിരുന്നു 8 കൊടുത്തത്. ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ 70, ഇത് രണ്ടും 8 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത പോസിബിലിറ്റി എന്താ? അടുത്തത് നമുക്ക് ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് 8 സെൻറ്റിമീറ്റർ കൊടുക്കാനുള്ളൊരു പോസിബിലിറ്റി, അതായത് ഇത് 70, ഇത് 70, ഇവിടെ 8 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടൊരു പോസിബിലിറ്റി ഇല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, അതായത് ഇവിടെ വേറെ മെഷർമെൻ്റ് ആയിരിക്കും, ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇത് രണ്ടും 70. അപ്പോൾ ഇവിടെ രണ്ട് 70, ഇവിടെ രണ്ട് ഐസോസിലസ് സൈഡുകൾ, അതായത് രണ്ട് ഈക്വൽ സൈഡുകൾ 8 സെൻറ്റിമീറ്റർ. ഇവിടെ രണ്ടും 70 ആണ്, പക്ഷേ ഇവിടെ 8 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ കോർണറിലാണ് നമ്മൾ രണ്ടും 70 കൊടുത്തതിൽ ഒന്ന് ഇവിടെ 8 സെൻറ്റിമീറ്റർ കൊടുത്തു, പിന്നെ ഈ സൈഡുകളിൽ 8 സെൻറ്റിമീറ്റർ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ 4 പോസിബിലിറ്റിയാണ് നമുക്ക് എന്തുള്ളത്, ഒരു ആംഗിൾ 70 ഡിഗ്രി, ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ ആയിട്ട് ഐസോസിലസ് ട്രയാങ്കിൾസ് വരയ്ക്കുമ്പോൾ നമുക്ക് നോൺ ഈക്വൽ ഐസോസിലസ് ട്രയാങ്കിൾസ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.